കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. DK ശിവകുമാറിനൊപ്പം ഒരേ കാറിലെത്തിയാണ് സിദ്ധരാമയ്യ രാജി സമർപ്പിച്ചത്. അതേസമയം പ്രതിഷേധവുമായി സിദ്ധരാമയ്യ അനുകൂലികൾ തെരുവിലിറങ്ങി. രാഹുൽ ഗാന്ധിയുടെ ചിത്രം കത്തിക്കാനും ശ്രമമുണ്ടായി. ധനസുമോദ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദോ, സമ്മർദ്ദങ്ങൾക്കൊടുവിൽ രാജി. അതേ പരീക്ഷ ഹൈക്കമാൻഡിന്റെ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ രാജി സമർപ്പിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. 2.5 വർഷം സിദ്ധരാമയ്യയ്ക്കും ആദ്യ 2.5 വർഷം സിദ്ധരാമയ്യയ്ക്കും പിന്നീടുള്ള 2.5 വർഷം DK ശിവകുമാറിനും എന്ന രീതിയിലായിരുന്നു ഒരു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സിദ്ധരാമയ്യ രാജി പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കാരണം അദ്ദേഹം എപ്പോഴും ഉയർത്തിക്കാണിക്കുന്നത് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞെങ്കിൽ പോലും പലയിടങ്ങളിലും സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. ആ OBC മുഖ്യമന്ത്രി, ഏക OBC മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തുടരാൻ അനുവദിക്കണം എന്ന് തന്നെയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയും വലിയ കടുത്ത രീതിയിലല്ല അദ്ദേഹത്തിനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. കാര്യം OBC ന്യൂനപക്ഷ വിഭാഗങ്ങളെ എന്നും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്ക് സിദ്ധരാമയ്യയുടെ ഈ വാക്കുകൾ ചെവിക്കൊള്ളേണ്ടി വന്നു. പക്ഷേ DK ശിവകുമാർ വളരെ ശക്തമായ നിലപാടെടുത്ത് പോവുകയും ഇല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ള ഒരു ഭീഷണി അടക്കം മുഴക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയുടെ